Hi friends, Roopesh Techs on YouTube ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയ എമർജൻസി ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഫോട്ടോഗ്രാഫർ എന്നാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമുക്ക് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ മൊബൈൽ ഫോണിന് ഉപയോഗിക്കുന്ന ഈ ഒരു ബാറ്ററിയാണ്. ഞാനിപ്പോൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും രണ്ട് വയർ സോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന റെഡ് വയറാണ് പോസിറ്റീവ്, ഗ്രീനാണ് നെഗറ്റീവ്. ഇനി നമ്മൾക്ക് വേണ്ടത് LED ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു LED ആണ്. ഇത് കടയിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ സാധാ LED ഉപയോഗിക്കാം. ഇതിൽ ഞാൻ വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വയർ നേരത്തെ സോൾഡർ ചെയ്ത് വെച്ചത്. ഈ കാണുന്ന ഗ്രീന് നെഗറ്റീവും റെഡാണ് പോസിറ്റീവ്. ഇനി നമ്മൾക്ക് വേണ്ടത് സ്വിച്ചാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ചെറിയ സ്വിച്ചാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ കേട് വന്ന ഇയർഫോണിലൊക്കെ ഉണ്ടാവും ഈ ഒരു സ്വിച്ച്, അതെടുത്താലും മതി. ഞാനിപ്പോൾ അതിലും വയർ രണ്ടും സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ പോസിറ്റീവും നെഗറ്റീവും ഒന്നുമില്ല. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്ററിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ റെസിസ്റ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബൾബിലേക്ക് ഓവറായിട്ട് കറണ്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഓവറായിട്ട് കറണ്ട് പോയാൽ ചിലപ്പോൾ നമ്മുടെ ബൾബ് ഫ്യൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് LED എടുത്ത് ഈ ഒരു ബൾബിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഒട്ടിച്ച് വെക്കണം. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒട്ടിച്ച് വെക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ LED ബാറ്ററിയുടെ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വയർ യോജിപ്പിക്കണം. ഞാനിപ്പോൾ നെഗറ്റീവ് വയറാണ് ഇപ്പോൾ യോജിപ്പിക്കുന്നത്. ഞാൻ സോൾഡർ ചെയ്ത് കാണിച്ചു തരാത്തത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. നെഗറ്റീവ് വയർ മാത്രമേ നിങ്ങൾ ഇതുപോലെ യോജിപ്പിക്കാവൂ. പോസിറ്റീവ് വയർ ഒരിക്കലും യോജിപ്പിക്കരുത്. എന്തെന്ന് വെച്ചാൽ പോസിറ്റീവ് വയറിൽ നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു റെസിസ്റ്ററും അതുപോലെ സ്വിച്ചും നമ്മൾ ഈ ഒരു ബാറ്ററിയിൽ തന്നെ സെറ്റാക്കി വെക്കണം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ സ്വിച്ച് ഒട്ടിക്കാൻ പോകുന്നത്. സ്വിച്ച് ഞാനിപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ സാധിക്കും ബാറ്ററിയുടെ നെഗറ്റീവ് വയർ നേരെ LED-യുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാറ്ററിയുടെ പോസിറ്റീവ് വയർ ഞാൻ സ്വിച്ചുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്വിച്ചിൽ നിന്ന് വരുന്ന മറ്റു വയർ ഞാൻ നേരെ റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്ററിൽ നിന്നാണ് പിന്നീട് നമ്മളുടെ LED-യിലേക്ക് വയർ കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഇത്രേ മാത്രമുള്ളൂ നമ്മളുടെ ഈ ഒരു എമർജൻസി തയ്യാറാക്കാനുള്ള പ്രക്രിയ. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഗായ്സ്, ഇപ്പോൾ LED പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. നമുക്കിനിയൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു എമർജൻസി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി ലഭിച്ചില്ലെങ്കിൽ മറ്റു ബാറ്ററി ഉപയോഗിക്കാം. ഈ ഒരു ബാറ്ററി ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടു നടക്കാൻ വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ എമർജൻസി നല്ല പവർ ലൈറ്റാണ് ലഭിക്കുന്നത്. അടിപൊളി ലൈറ്റ് തന്നെയാണ് ഈ ഒരു എമർജൻസിയിൽ നിന്ന് ഇത് ലഭിക്കുന്നത്. നമുക്കിതിന് വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്നൊരു അടിപൊളി എമർജൻസി ലാമ്പാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള എമർജൻസി ലാമ്പ് ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്തിച്ചേക്കുക. ഇനി അടുത്തൊരു കിടിലൻ വീഡിയോയുമായിട്ട് കാണാൻ ഞാൻ രൂപേഷ് സൈനിങ് ഔട്ട്.